നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിലും മാറ്റം വരുത്തുന്നത് നിങ്ങൾക്കറിയാമോ? ശ്വാസം അറിയൂ, ജീവിതം അറിയൂ. വെൽക്കം ടു ഡെയിലി 5 മിനിറ്റ്സ് ബ്രെത്ത്വെൽ ചാലഞ്ച്. ഒരു മനുഷ്യൻ ഒരു ദിവസം 21,600 തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതൽ സമയവും നമ്മൾ അത് അറിയാറില്ല. നമ്മൾ ജനിച്ച് മരിക്കുന്നവരെ നമ്മുടെ കൂടെയുള്ള ഏറ്റവും അടുത്ത ആളാണ് നമ്മുടെ ശ്വാസം. നമ്മുടെ ശ്വാസത്തെ അറിഞ്ഞാൽ നമ്മളെ അറിയാൻ സാധിക്കും. നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ സാധിക്കും. നമുക്ക് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അവയർനെസ് ബ്രീത്തിങ് ആണ്. നമ്മുടെ ശ്വാസം നമ്മളിൽ എന്താണ് മാറ്റം വരുത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ ശ്വസിക്കുന്നത് എന്നറിയാനും ആ ശ്വാസത്തെ കറക്റ്റ് രീതിയിൽ ശ്വസിക്കാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ മാറ്റം വരുത്താനും നമുക്കിന്ന് തുടങ്ങാം. അപ്പം എല്ലാവരും ഇനി വരുന്ന 4 മിനിറ്റ് നമ്മൾ ഒരുമിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. കസേരയിലിരിക്കുന്നവർക്ക് കസേരയിലിരിക്കാം, അല്ലെങ്കിൽ സുഖാസനത്തിലിരിക്കുന്നവർക്ക് സുഖാസനത്തിലിരിക്കാം. എങ്ങനെയാണെങ്കിലും നടു നിവർന്നിരിക്കുക, ശരീരം റിലാക്സ് ചെയ്തിരിക്കുക, ഷോൾഡർ റിലാക്സ് ആണോ നോക്കുക, മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി കൊണ്ടുവരിക. നമ്മുടെ നോർമൽ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസം ഇപ്പം നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് എവിടെയാണ്, ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ശ്രദ്ധ വരുന്നത് നോക്കുക. നമ്മുടെ മൂക്കിലാണോ, നമ്മുടെ ചെസ്റ്റിലാണോ, നമ്മുടെ വയറിൻ്റെ ഭാഗത്താണോ? നമുക്ക് ശ്വാസം എന്ന് തോന്നുമ്പോൾ എവിടെയാണ് ശ്രദ്ധിക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ഇനി നമ്മുടെ ശ്വാസം ഡീപ്പ് ശ്വാസമാണോ അല്ലെങ്കിൽ ഷാലോ ആണോ, അതായത് ദീർഘമായിട്ട് എടുക്കുന്നുണ്ടോ അതോ ജസ്റ്റ് ശ്വാസം എടുത്ത് വിടുകയാണോ നോക്കുക. നമ്മുടെ ശ്വാസം ഫാസ്റ്റായിട്ടാണോ അതോ സ്ലോയിലാണോ നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്ത് നോക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. നോർമൽ ശ്വാസം. നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ മൂക്കിലാണ് ശ്രദ്ധ വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ്. നമ്മുടെ ചെസ്റ്റിലാണ് നമ്മുടെ ശ്രദ്ധ വരുന്നതെങ്കിൽ നമ്മളിപ്പം ചെറിയ രീതിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഒരു അല്ലെങ്കിൽ എനർജി മൊമെന്റ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ വയറിൻ്റെ അവിടെയാണ് നമുക്ക് ശ്രദ്ധ വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ റിലാക്സ്ഡ് ആണ്, കാമാണ്. ഇതിൽ ശരിയും തെറ്റും ഒന്നുമില്ല. നമ്മൾ ഫാസ്റ്റായിട്ടാണെങ്കിൽ, നമ്മുടെ ശ്വസനം ഫാസ്റ്റായിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ചെറിയ സ്ട്രെസ്ഡ് ആണ്, പ്രസന്റ് മൂമെന്റിലാണ്. സ്ലോ ആണെങ്കിൽ നമ്മൾ പ്രസന്റ് മൂമെന്റിലാണ്. നമുക്കിനി ശ്വാസത്തെ അറിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസം മൂക്കിലൂടെ നമ്മുടെ ലങ്സ് നിറയുന്നതായിട്ട് ഫീൽ ചെയ്യുക. ചെസ്റ്റിൻ്റെ ഭാഗം അത് പതുക്കെ നമ്മുടെ വയറ് എക്സ്പാൻഡ് ചെയ്യുന്നു, വയറ് വികസിക്കുന്നു നമ്മൾ അറിയുക. ബ്രീത്ത് ഇൻ
ഡീപ് ബ്രീത്ത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൂക്കിലൂടെ നമ്മുടെ ലങ്സ് നിറയുന്നു, നമ്മുടെ വയറ് വികസിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ വയറ് ചുരുങ്ങുന്നു, ലങ്സും ചുരുങ്ങുന്നു, മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് പോകുന്നു. നമുക്കൊന്ന് അവയർനെസ്സോടെ ചെയ്യാം. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ഡീപ് ബ്രീത്ത്. ബ്രീത്ത് ഇൻ, slowly breathe out. ഇനി ഒന്ന് നമുക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഇൻ, ഡീപ് ബ്രീത്ത്. നമ്മൾ ഫീൽ ചെയ്യുക, ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു ഫീൽ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ശ്വാസം ഹോൾഡ് ചെയ്യുക. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ഇനി നോർമൽ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശരീരത്തിലെ മാറ്റം ശ്രദ്ധിക്കുക. മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരിക. നമ്മളുടെ ശ്വാസം നമ്മുടെ ഉള്ളിൽ ഒരു കാംനെസ്സും ഒരു സ്ട്രെങ്ത്തും ഇപ്പോൾ തന്നിട്ടുണ്ട്. പുഞ്ചിരിയോടുകൂടെ പതുക്കെ കണ്ണുകൾ തുറക്കുക. നമ്മുടെ ഇന്നു മുതൽ നമ്മുടെ ശ്വാസത്തെ അറിയൂ, ജീവിതം അറിയൂ. എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി 5 മിനിറ്റ്സ് ബ്രെത്ത്വെൽ ചലഞ്ച് നിങ്ങൾ അതിൻ്റെ ഭാഗമാകൂ. ദിവസവും ശ്വാസത്തെ അറിയൂ. ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യൂ. നോട്ടീസിങ് യുവർ ബ്രെത്ത്, നോട്ടീസിങ് യുവർ ലൈഫ്. താങ്ക് യു. നാളെ കാണാം.